ഹായ് ഫ്രണ്ട്സ്, ഓണാഘോഷത്തിൻ്റെ ഒരു പ്രധാന ഐറ്റമാണ് തിരുവാതിര. അപ്പോൾ ഇത്തവണ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളും കളിച്ചു തിരുവാതിര. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നീടുള്ള ദിവസങ്ങൾ അടിച്ചു പൊളിക്കുകയായിരുന്നു ഞങ്ങൾ. എന്നും തന്നെ പ്രാക്ടീസ് ഉണ്ടായി. പൂജാ ഹോളിഡേക്ക് ഒരാഴ്ച നമ്മൾ ബ്രേക്ക് എടുത്തു, അല്ലാണ്ട് എല്ലാ ദിവസവും തന്നെ പ്രാക്ടീസ് ഉണ്ടായി. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 2-3 പ്രാവശ്യമൊക്കെ കളിക്കും. ബാക്കിയുള്ള സമയം എല്ലാവരും കൂടി ഇരുന്ന് വർത്താനവും കളിച്ചിരും ഒക്കെയാണ്. പിന്നെ സ്നാക്സ് കഴിക്കലും ചായ കുടിക്കലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ദിവസങ്ങൾ വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ തിരുവാതിര പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മിസ്സിങ് തോന്നുന്നുണ്ട്. എല്ലാവരെയും കാണാനും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം നമ്മളെ ഗ്രൂപ്പിൽ ഡിസ്കസ്സൊക്കെ ചെയ്യും, എല്ലാവരും കൂടി കൂടണം ഇടക്ക് എന്നൊക്കെ പറയും. പക്ഷേ ഓരോ തിരക്കുകൾ കാരണം നമുക്കതങ്ങനെ സാധിക്കാറില്ല. ഇനി ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ സ്റ്റേജ് റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ ഭംഗിയായി നടന്നു. അതിനുശേഷം 12-ാം തീയതി സൺഡേ ആയിരുന്നു ഓണം സെലിബ്രേഷൻ. അതിൻ്റെ ഒരു വലിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ നടത്തുന്ന ഒരു ഉത്സവമാണ്. അതിലെ ഒരു ഐറ്റമാണ് ഈ തിരുവാതിര ഡാൻസ്. ഇപ്പോൾ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വന്തമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജെൻസും ഒക്കെ തിരുവാതിര കളിക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവരും കളിക്കാറുണ്ട് കേട്ടോ. ഇത്തവണ വെപ്പുമുടിയൊക്കെ വെച്ചാട്ടോ ഞങ്ങൾ കളിച്ചത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായി, അഴിഞ്ഞു പോകുമെന്ന്. പക്ഷേ ധന്യ നല്ല അടിപൊളിയാക്കി ഞങ്ങളെ റെഡിയാക്കി. സെറ്റ് മുണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ശോഭ ചേച്ചിയും ശോഭയൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സുന്ദരി മണികളായിട്ട് നല്ല അടിപൊളിയായിട്ട് തിരുവാതിര അവതരിപ്പിച്ചു.